സംസ്ഥാനത്തിന് SSK ഫണ്ടിന്റെ ആദ്യ ഗഡു നൽകി കേന്ദ്ര സർക്കാർ 92.41 കോടി രൂപയാണ് നൽകിയത്. രണ്ടാം ഗഡു ഉടൻ ലഭിക്കും. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, PM ശ്രീയോടുള്ള എതിർപ്പൊക്കെ അങ്ങനെ നിൽക്കുന്നു. പക്ഷേ വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിൽ നിന്നും ആദ്യ ഗഡു SSK ഫണ്ടിന്റെ വാങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിവരങ്ങൾ. PM ശ്രീയോട് കടുത്ത എതിർപ്പ് സംസ്ഥാന സർക്കാർ പുലർത്തുമ്പോഴാണ് SSK ഫണ്ടിന്റെ ആദ്യ ഗഡു കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. CPM CPI തർക്കത്തെ തുടർന്ന് ആ രാഷ്ട്രീയ നാടകത്തിനൊടുവിൽ PM ശ്രീയിൽ നിന്ന് പിന്മാറുന്നു, PM ശ്രീ മരവിപ്പിക്കുന്നു എന്നുള്ള തരത്തിൽ സംസ്ഥാന സർക്കാർ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നിലപാടെടുത്തിരുന്നു. ഈ ഘട്ടത്തിലാണ് ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, വലിയ തർക്കം, അതിനൊടുവിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ആ തർക്കത്തിന്റെ കാരണം എന്താണോ അതിന്റെ പേരിൽ ഫണ്ട് കൈപ്പറ്റിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിവരങ്ങൾ. തീർച്ചയായും നീലിമ, വലിയ നാടകീയ രാഷ്ട്രീയ രംഗങ്ങൾക്കൊക്കെ തന്നെയും അറുതി വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. CPM CPIയുടെ ഒക്കെ തന്നെയും വിമർശനം, അതോടൊപ്പം തന്നെ കടുത്ത പോര്, അതോടൊപ്പം തന്നെ കത്തയക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ കത്തുൾപ്പെടെ ഇതുവരെ കേന്ദ്രത്തിന് ലഭ്യമായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുത എന്ന് പറയുന്നത് ഈ SSK ഫണ്ട് അല്ലെങ്കിൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആളുകളെ എത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നടന്ന രാഷ്ട്രീയ നാടകരംഗങ്ങൾ എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് CPM CPI തമ്മിലുള്ള തർക്കമൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നീട് ഇത് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ട് അത് എത്തരത്തിലാണ് എന്നത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഫണ്ടിന്റെ ആദ്യ ഗഡുവാണ് കേരളത്തിന് ലഭിച്ചത്. 92.41 കോടി രൂപയാണ് ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര ഫണ്ടായി ലഭിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും മന്ത്രി V ശിവൻകുട്ടിയുടെ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നാളെ രാവിലെ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ എന്തായാലും ഇനി CPM-നും കടുത്ത ഒരു അതൃപ്തി പ്രകടിപ്പിക്കുവാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നതും നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും ഇതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ വഞ്ചനയുടെ കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ഇത്തരത്തിൽ മരവിപ്പിക്കാൻ, PM ശ്രീ മരവിപ്പിക്കാൻ സർക്കാർ തത്വത്തിൽ തീരുമാനമെടുത്തു. പക്ഷേ അപ്പോഴും സർക്കാരിൻ്റെ മുൻപിൽ ഈ ഫണ്ട് കിട്ടണം എന്നുള്ള താല്പര്യം അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കത്ത് കേന്ദ്രത്തിന് അയക്കാൻ താമസിപ്പിച്ചു. ബുധനാഴ്ചയാണ് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ എതിർപ്പ് വ്യക്തമാക്കിക്കൊണ്ടൊരു കത്ത് കേന്ദ്ര സർക്കാരിന് അയക്കുന്നത്. അതിനു മുൻപേ തന്നെ പണം അനുവദിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക കൂടി ചെയ്തു. അപ്പോൾ ഒരു കബളിപ്പിക്കൽ കൂടി ഇവിടെ നടന്നിട്ടുണ്ട് ദിസ്ന. തീർച്ചയായും നീലിമ, ഞാൻ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. ഈ കത്തയക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു സമവായത്തിലേക്ക് ഒരുങ്ങിയിട്ടും കത്ത് അയച്ചില്ല എന്നത് തന്നെയാണ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ നാടകീയമായി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമാണ്. അതായത് പദ്ധതി മരവിപ്പിക്കുന്നു എന്നൊക്കെ തന്നെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. എന്തുകൊണ്ട് കത്തയക്കാൻ വൈകി എന്നതും ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. എന്തായാലും PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് പിന്നാലെ തന്നെ കേന്ദ്രത്തിന്റെ സമ്മാനമായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ആദ്യ ഗഡു ലഭിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അപ്പോൾ ഇത്രയും നാൾ ഈ പദ്ധതിയിൽ ഒപ്പിടില്ല എന്ന് കടുംപിടുത്തം പിടിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ മുഴുവൻ അവകാശവും അല്ലെങ്കിൽ അവകാശങ്ങളെ ലംഘിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ എടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇനി തുടർന്നുള്ള നടപടി, അതായത് CPM-ന്റെ ഭാഗത്തു നിന്നുള്ള തുടർന്നുള്ള നീക്കം എങ്ങനെയായിരിക്കും എന്നത് നോക്കിക്കാണേണ്ടതുണ്ട്. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നു. നാളെ രാവിലെ ഇതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആദ്യമായി പോരാട്ടം നടത്തിയ വിദ്യാർത്ഥി സംഘടനയാണ് ABVP-യുടെ ചരിത്ര വിജയം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേന്ദ്രം ഇപ്പോൾ 92.41 കോടി രൂപ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് പിന്നാലെ ആദ്യ ഗഡു സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ 2-3 മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരിക്കൽ കൂടി രാഷ്ട്രീയ വിവാദങ്ങൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. ദിസ്നയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.